ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തുന്ന മോഹൻലാൽ ചിത്രമാണല്ലോ ഇപ്പോൾ ചർച്ചയിൽ. നടന വിസ്മയത്തിന്റെ 360-ാമത്തെ ചിത്രം എന്നതിലുപരി മലയാളികൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഓൺ സ്ക്രീൻ താരജോഡികളായ മോഹൻലാൽ ശോഭനയുടെ പുനഃസമാഗമം കൂടിയാണ് ചിത്രം. പ്രണയ ജോഡികളായും അല്ലാതെയുമുള്ള 50ഓളം കഥാപാത്രങ്ങളാണ് ഇരുവരും ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികാഭിനയം കൊണ്ട് പ്രേക്ഷകരും അവരുടെ കഥയുടെ ഭാഗമാകുന്നു, അവർക്കൊപ്പം സഞ്ചരിക്കുന്നു. 1985-ൽ സേതുമാധവൻ സംവിധാനം ചെയ്ത അവിടത്തെ പോലെ ഇവിടെയും എന്ന ചിത്രമാണ് ജോഡിക്ക് തുടക്കം കുറിച്ചത്. ബോളിവുഡിലെ ബിഗ് എംസിന്റെ സംഗമം കൂടിയായിരുന്നു ചിത്രം. പ്രണയം വിവാഹത്തിൽ എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന സാംസ്കാരിക സംഘർഷമാണ് പ്രമേയം. ഒരു തരത്തിലുള്ള ഒരു റിയാലിറ്റി പരിശോധന. ശേഷം 1987-ൽ ഇറങ്ങിയ നാടോടിക്കാറ്റാണ് ഈ കോംബോയ്ക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തത്. ദാസൻ വിജയൻ കൂട്ടുകെട്ട് രൂപം കൊടുത്ത സറ്റാർ കോമഡി ചിത്രത്തിന്റെ വിജയത്തിന് മോഹൻലാൽ ശോഭന രംഗങ്ങൾ, പ്രത്യേകിച്ചും വൈശാഖ സന്ധ്യ എന്ന ഗാനം ഒരു വലിയ പങ്ക് വഹിച്ചു. മോഹന്റെ സംവിധാനത്തിൽ 1994-ൽ ഇറങ്ങിയ പക്ഷേ ഇരുവരുടെയും ഒരു ക്ലാസിക് പ്രണയ ചിത്രമാണ്. അവസാനം ഒന്നിക്കുന്ന കമിതാക്കളായാണ് പ്രേക്ഷകർക്ക് ഈ ഓൺ സ്ക്രീൻ ദമ്പതികളെ കാണാൻ ഇഷ്ടം. എന്നാൽ നഷ്ടത്തിന്റെ ഗാഥ ശ്രദ്ധേയമായ 2 ചിത്രങ്ങളാണ് 1994-ൽ പുറത്തിറങ്ങിയ മിന്നാരവും പവിത്രവും. കമിതാക്കളിൽ നിന്നും ശത്രുക്കളിലേക്കും വീണ്ടും കമിതാക്കളിലേക്കും എത്തിച്ചേർന്നപ്പോൾ ബോബിക്കും നീനയ്ക്കും വിധി കാത്തുവെച്ചത് മരണമായിരുന്നു. പവിത്രത്തിൽ ബന്ധങ്ങൾക്ക് പൊന്നുവില കൽപ്പിച്ച ചേട്ടച്ചന് മറക്കേണ്ടി വന്നത് തന്നെ നാളുകളായി കാത്തിരുന്ന മീരയെയാണ്. അതേ വർഷം പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് സൂപ്പർ ഹിറ്റായ ഒരു മ്യൂസിക്കൽ ഡ്രാമ ചിത്രമാണ്. ജെൻസീസിനെ വരെ പിടിച്ചിരുത്തുന്ന ഗാനങ്ങളാണ് ചിത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. സൈക്കോളജിക്കൽ ത്രില്ലേഴ്സിന്റെ മുഖമുദ്ര മാറ്റി എഴുതിയ ചിത്രമാണ് ഫാസിലിന്റെ മണിച്ചിത്രത്താഴ്. ഡോക്ടർ സണ്ണിയും ഗംഗയും കാലം എത്ര പോയാലും മലയാള സിനിമ മറക്കില്ല. കോമഡി ഡ്രാമ വിഭാഗത്തിൽ മിന്നിയ 2 ചിത്രങ്ങളാണ് TP ബാലഗോപാലൻ MAയും വെള്ളാനകളുടെ നാടും. പ്രമേയം യഥാവിധം പ്രേക്ഷകരിൽ എത്തിച്ചതിൽ നായികാനായകന്മാരുടെ പങ്ക് വളരെ വലുതാണ്. IV ശശിയുടെ രംഗം അണ്ടർറേറ്റഡ് ആയ ഒരു ചിത്രമാണ്. കോമ്പിനേഷൻ രംഗങ്ങൾ കുറവാണെങ്കിലും ഇനിയും പ്രശംസ അർഹിക്കുന്ന ഒരു ചിത്രമാണ് രംഗം പോലെ തന്നെ ഇനിയും പ്രേക്ഷക ശ്രദ്ധ അർഹിക്കുന്ന ചിത്രങ്ങളാണ് അനുബന്ധം, മിഴുനീർ പൂവുകൾ, ധനം മുതലായവ. ഡോക്ടർ സണ്ണി എന്ന മനോരോഗ വിദഗ്ധന്റെ പേരിൽ മോഹൻലാൽ വന്ന മറ്റൊരു ചിത്രമാണ് ഉള്ളടക്കം. ക്ലൈമാക്സിലെ ട്രാജഡി അപ്രതീക്ഷിതമാണെങ്കിലും പ്രേക്ഷക സ്വീകാര്യത നേടിയതാണ്. മായാമയൂരം മറ്റൊരു ശ്രദ്ധേയ ചിത്രമാണ്. മോഹൻലാൽ ഡബിൾ റോൾ കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ഇരുവരുടെയും സ്ക്രീൻ പ്രസൻസ് താരതമ്യേന കുറവാണെങ്കിലും പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു. 2004-ൽ പുറത്തിറങ്ങിയ മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി പ്രണയ ജോഡികളായത്. കുടുംബ പ്രേക്ഷകർ 10-ൽ 10 കൊടുത്ത് ഒരു ജോഷി എന്റർടൈനറാണ് മാമ്പഴക്കാലം. 2009-ലെ സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ് എന്ന ചിത്രത്തിൽ ശോഭന ക്യാമിയോ ആയി എത്തുന്നുണ്ടെങ്കിലും പഴയകാല കെമിസ്ട്രി കാണാനുള്ള അവസരം പ്രേക്ഷകർക്ക് ലഭിച്ചില്ല. എന്നാൽ ആ സുവർണാവസരമാണ് ഏപ്രിൽ 25-ന് തിയേറ്ററുകളിൽ എത്തുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ഒരു ക്രൈം ഡ്രാമയാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പ് അവസാനിക്കുമ്പോൾ ശോഭന മോഹൻലാൽ കൂട്ടുകെട്ടുള്ള ചിത്രങ്ങൾ ഇനിയും തുടരും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ.